നമസ്തേ എവരി വൺ. റിയൽ എസ്റ്റേറ്റിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരും എൻ്റെ അടുത്ത് അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കൂട്ടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ആൻസർ തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ വിൽക്കാനായിട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ അതവിടെ പത്രത്തിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനിൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അതിന് വാങ്ങാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പലപ്പോഴും പറ്റാവുന്നത് ലോക്കലായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാർ അതിനകത്ത് ഇൻവോൾവ് അല്ലെങ്കിൽ അവർ ലോക്കലി ഒരു എൻക്വയറി നടത്തുമ്പോൾ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് വിൽക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പറഞ്ഞ് മോശമാക്കി വിടാറുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് കച്ചവടങ്ങൾ ഉഴപ്പിപ്പോകാറുണ്ട്. ചില ആൾക്കാർ ഞങ്ങൾ വിൽക്കാൻ ഇവിടെ സമ്മതിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന കേസുണ്ട്. ഞങ്ങളെ ഇൻവോൾവ് ചെയ്യാതെ നിങ്ങളിവിടെ വിൽക്കില്ല എന്ന് ചില ഏജൻസ് വ്യക്തമായിട്ട് വെല്ലുവിളിക്കുന്ന കേസുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രോപ്പർട്ടി കണ്ടിട്ട് ലാഭത്തിൽ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ഡെഫിനറ്റായിട്ട് ഇങ്ങനത്തെ പ്രോപ്പർട്ടി. കാരണം അവിടെയുള്ളവർ മറ്റു ആൾക്കാർ വന്നാൽ ഇത് വാങ്ങാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു വിടും. അപ്പോൾ തെറ്റായ ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോകുന്ന ആൾക്കാർ അങ്ങ് പോകും. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് ഉണ്ട്. വളരെ സൽസ്വഭാവിയായ, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ മികവുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ആ പെണ്ണിനെ പ്രണയിക്കാൻ ശ്രമിച്ച അടുത്തല്ല അയൽവക്കത്തുകാരൻ്റെ അടുത്തും പ്രണയിക്കാൻ ശ്രമിച്ചിട്ട് അവൾ വശംവദയായില്ല. അപ്പോൾ ഇവളുടെ കല്യാണത്തിന് വരിക. കല്യാണം ആലോചിച്ചിട്ട് വരുന്നവരോടെല്ലാം പറയുകയാണ്, പെണ്ണിനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയാണെങ്കിൽ ഈ പെണ്ണിനെ കാണാൻ പോലും കൂട്ടാക്കാതെ അവിടെ കയറാതെ പോകുന്ന ഒരുപാട് പേര് നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രതിഭാസം അതിനകത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ലാൻഡ് വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അവിടുത്തെ പ്രൈസ് നമ്മൾ നോക്കി. പ്രൈസ് നമുക്ക് ഓക്കെ ആണെങ്കിൽ, സാധാരണഗതി നമ്മളവിടെ പ്രൈസ് നമുക്ക് ഓക്കെയാണ് വാങ്ങാനായിട്ട് നമ്മൾ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ടോക്കൺ കൊടുക്കുക. അപ്പോൾ ആ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു അഷ്വറൻസ് ആയി. അത് കഴിഞ്ഞാൽ നമുക്ക് ലീഗൽ ഡോക്യുമെൻറ്റിൻ്റെ ഒക്കെ പകർപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലീഗൽ ഡോക്യുമെൻറ്റിൻ്റെ പകർപ്പ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ വക്കീൽ, നല്ല കേമനായ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ബാങ്കുകളുടെ വക്കീലന്മാർ കുറച്ചുകൂടെ നമുക്ക് സഹായിയായിരിക്കും. ഏത് ബാങ്കിൽ കയറിയിട്ടും അവരുടെ വക്കീലിനെ ചോദിച്ചാൽ മതി. അപ്പോൾ ആ ബാങ്കിൽ കൊള്ളാവുന്നൊരു വക്കീലിനെ തരണമെന്ന് പറഞ്ഞാൽ ഏത് മാനേജരും നമുക്ക് തരും. അപ്പോൾ അവരെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക്, പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ള വക്കീലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് പോലും പോയി സെർച്ച് ചെയ്ത് വിശദാംശങ്ങൾ നോക്കിയിട്ട് നമുക്ക് തരും. ഇനി നമുക്ക് ബാങ്കിനെ വേറെ രൂപത്തിലോട്ട് ഉപയോഗപ്പെടുത്താം. ബാങ്കിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്കൊരു വാല്യൂറെ കിട്ടുമോ, ഞാനൊരു പ്രോപ്പർട്ടി നാളെ ചിലപ്പോൾ ഈ പ്രോപ്പർട്ടി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ മോർഗേജ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്കൊരു നല്ല വാല്യൂറെ കിട്ടുമോ. അവിടെ നമുക്ക് ബാങ്കിൽ നിന്ന് തന്നെ കിട്ടാം. സാധാരണഗതിയിൽ ഒരു 25,000 35,000 അകത്ത് കിട്ടുന്ന കാര്യമേ ഉള്ളൂ വലിയ ലാൻഡ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂവറെ അവിടെ നിന്ന് കിട്ടി അദ്ദേഹത്തോട് പോയി നോക്കിയിട്ട് ഒന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ലീഗൽ ടൈറ്റിൽ വെരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സിവിൽ എഞ്ചിനീയറിൽ ആർക്കിടെക്റ്റുമായിട്ട് കൊണ്ടുവന്ന് നോക്കി നമ്മൾ വീട് പണിയാനോ അതിന് പ്രയോജനപ്പെടുത്താനുള്ളതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടി ബോധ്യപ്പെട്ടെങ്കിൽ നമുക്ക് അടുത്തത് നമ്മൾ ലോയറെ ഏൽപ്പിച്ചതിന് ശേഷം എഗ്രിമെൻറ്റ് ഫോർ സെയിൽ. അതെപ്പോഴും നമ്മളൊരു ബാങ്കൊക്കെ പെട്ടെന്ന് സ്വീകരിക്കാനായിട്ട് ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്നതായിരിക്കും നമുക്ക് എപ്പോഴും. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു എംബസി കൊടുക്കേണ്ടതായിട്ട് വരിക, നമ്മുടെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ, അന്നേരവും നമ്മൾ ട്രാൻസ്ലേഷന് പോകണം. അപ്പോൾ ഒരുപാട് ജാമ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം നമ്മളിത് ട്രാൻസ്ലേഷന് പോകണം. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ക്വാളിഫൈഡ്, നല്ല സ്ഥിരം ചെയ്യുന്ന ഒരു ലോയറെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുമായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ. അപ്പോൾ ഇത് കൂടാതെ അപ്പോൾ ഇത്രയും കഴിഞ്ഞ് അത് കഴിഞ്ഞ് എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ആകുകയാണ്. എഗ്രിമെൻറ്റ് ഫോർ സെയിലിനകത്ത് സാധാരണഗതിയിൽ ലാൻഡിൻ്റെ ഒരു 10% കൊടുത്ത് നമ്മൾ അവിടുത്തെ സബ് രജിസ്ട്രി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുകയാണ്, എഗ്രിമെൻറ്റ് ഫോർ സെയിൽ. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഡേറ്റ് അപ്പോൾ നമുക്ക് ഉറപ്പായി. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും പണിയണമെങ്കിലോ ഡെവലപ്മെൻറ്റ്സ് വരുത്തണമെങ്കിലോ ഒക്കെ നമുക്ക് ആ രജിസ്ട്രേഷൻ അത് കാണിക്കാം. അപ്പോൾ അങ്ങനെ കാണിച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെ 3 ലെവലായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ടോക്കൺ കൊടുക്കുക, ഡോക്യുമെൻ്റ് എല്ലാം നമ്മളതിൻ്റെ കോപ്പി എല്ലാം എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം അപ്പോൾ പലപ്പോഴും ചില ആൾക്കാർ ഈ ഡോക്യുമെൻ്റ് എടുക്കണമെങ്കിൽ തന്നെ അപ്പോൾ ഒരു അഡ്വാൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒന്ന് എഴുതും. അവർ ടോക്കൺ കൊടുക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു എഗ്രിമെൻ്റായിട്ട് എഴുതും. എന്നിട്ട് ഇതെല്ലാം കൊണ്ട് നോക്കി എല്ലാം ഉറപ്പാണെന്ന് വരുത്തിയതിന് ശേഷം നമ്മൾ അടുത്ത വക്കീലിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കിട്ടി പ്രാഥമിക അന്വേഷണം എല്ലാം കഴിഞ്ഞ് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് എഗ്രിമെൻറ്റ് ഫോർ സെയിൽ എഴുതുന്നതും. അതിനകത്ത് നമുക്ക് പിന്നെ ചെയ്യാവുന്ന പ്രിപ്പറേഷൻസ് എല്ലാം നടത്തി നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് അതെല്ലാം വിറ്റ് പൈസയൊക്കെ സമാഹരിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഈ സെയിൽ ഡീഡ് എഴുതാനായിട്ട് പോകുന്നത്. സെയിൽ ഡീഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്തത് പോക്കുവരവ് ചെയ്യുക, അല്ലെങ്കിൽ വില്ലേജിൽ കൊടുത്ത് മ്യൂട്ടേഷൻ നടത്തുക എന്നുള്ളതാണ്. അതും ആ കൂടെ തന്നെ നമ്മൾ പുറകെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം. ഓക്കെ.
ഇനി ഇതിനകത്തൊരു വലിയ മിസ്റ്റേക്ക് വരുന്നത് പല ആൾക്കാർക്കും ഒരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ അവർ ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് കാര്യങ്ങൾ അറിയാനായിട്ട് അവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് അടുത്ത മുറുക്കാൻകടയാണ്, അല്ലെങ്കിൽ നമുക്ക് ചായക്കട, അതല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും പിന്നെ ഈ പ്രൊവിഷൻസ് ഒക്കെ വിൽക്കുന്ന സ്റ്റോറ്, അവിടെ കയറിയിട്ട് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചും പ്രോപ്പർട്ടി ഉടമസ്ഥനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ജോലിയും കൂലി ഇല്ലാതിരിക്കുന്ന ആൾക്കാരോടായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ അന്വേഷിക്കുന്നത്. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ക്യാൻസർ പോലൊരു മാരകമായ രോഗമാണെന്ന് നിങ്ങൾ സംശയിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും നിങ്ങളവിടെ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവറോട് ചോദിച്ചിട്ട് പോരുമോ? വാച്ച്മാനോട് ചോദിച്ചിട്ട് പോരുമോ? അറ്റൻഡൻ്റ് അടുത്ത് ചോദിച്ചിട്ട് പോരുമോ? കൃത്യമായി നമ്മുടെ ഓൺകോളജി നോക്കുന്ന സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയി നോക്കിയിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ബി എ വൈസ് മാൻ. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പറയുന്ന ടാർഗറ്റഡ് പ്രോപ്പർട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഈ പ്രോപ്പർട്ടിയുടെ വില ഇടിക്കാനോ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ നേട്ടമാണ്. അപ്പം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കോമ്പറ്റീഷൻ അങ്ങ് കുറയും. ഇത് നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ ഉടമസ്ഥൻ്റെ ബാങ്കറുമായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏത് ബാങ്കുമായിട്ടാണ് പണയപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ബാങ്കറുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് താല്പര്യമുണ്ട്, ഇൻഫർമേഷൻ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ബാങ്ക് നോക്കിയിട്ട് പറയും. ഒഫീഷ്യലി ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഞങ്ങളുടെ അറിവ് പ്രകാരം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതുമല്ല പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾ ഉടനെ തന്നെ അതിനെ ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ് അവർ പറയും. രണ്ടാമതായിട്ട് നമുക്ക് ചോദിക്കാവുന്നത് ഈ ഉടമസ്ഥൻ്റെ ലോയർ ഉണ്ടോ എന്ന് ചോദിക്കാം. ലോയറോ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ്, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കുന്നത് സാധാരണഗതി നോക്കിയിട്ട്, കാരണം അവർക്കൊരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, അവിടെ തെറ്റായ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരത്തില്ല അവർ. അപ്പം നമുക്ക് അവിടെ ചോദിക്കാം. അത് നമ്മുടെ ലോയറുടെ അടുത്ത് നമ്മുടെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ടോ ചോദിപ്പിക്കാം. ഞാനൊക്കെയാണ് എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും അങ്ങോട്ട് ചോദിക്കുന്നത്, എൻ്റെ ലോയർ ആയിരിക്കും അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ലോയറിനെ കൊണ്ടോ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ടോ നമുക്ക് ചോദിപ്പിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലോയറോട് ചോദിക്കാം, അത് വാങ്ങാനായിട്ട് താല്പര്യമുണ്ട്, സാറിന് പറയാനുള്ളത് എന്താണ്. അപ്പം അതല്ലേ നമുക്ക് അവർക്കൊരു ആർക്കിടെക്റ്റ് ഉണ്ടെങ്കിൽ, ഇല്ല നമുക്കൊരു ആർക്കിടെക്റ്റ് ഉണ്ട്, അവർക്ക് അവരുടേതായ രീതികളുണ്ട്, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നും അത് കൃത്യമായിട്ട് ഒരു ആർക്കിടെക്റ്റ് വേറൊരു ആർക്കിടെക്റ്റ് ചോദിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, പറയുന്നത് വളരെ സത്യമായിരിക്കും, അവിടെ നിന്നുള്ള അത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളത് നമുക്ക് പഞ്ചായത്ത് ഏരിയയൊക്കെയാണ് വാർഡ് മെമ്പറോട് നേരിട്ട് ചോദിക്കാം. ഞാൻ ഇന്നൊരു പ്രോപ്പർട്ടി എടുക്കാൻ പോകുന്നുണ്ട്, ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും നല്ല പ്രോപ്പറാണ്. അതുകൂടാതെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ കോർപ്പറേഷൻ കൗൺസിലർ ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കൗൺസിലറോട് നമുക്ക് ചോദിക്കാം. അതല്ലേ നമുക്ക് വലിയ പ്രോജക്റ്റാണ് റെറ പോലുള്ള നമുക്ക് ഏജൻസിയോട് ചോദിക്കാം, അവിടെ ചെന്ന് ചോദിക്കാം, അവരുടെ വെബ്സൈറ്റ് ചോദിക്കാം, വെബ്സൈറ്റ് കാണുന്നില്ലെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വീട് വെക്കാനൊക്കെ എന്തെങ്കിലും പെർമിഷൻ കൊടുക്കുന്നുണ്ട്, ലോക്കൽ ബോഡി പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ കുറച്ചുകൂടെ വലിയ പ്രോപ്പർട്ടിയാണ് നമുക്ക് ടൗൺ പ്ലാനറുടെ കയ്യിൽ നിന്ന് എടുക്കാം. ഇതുകൂടാതെ ഈ ബാങ്കിൻ്റെ അടുത്ത് നമുക്കൊരു വാല്യൂവർ എടുത്ത് ചോദിക്കാം. ആ ബാങ്കിൻ്റെ വാല്യൂവർ പോയി എല്ലാ കാര്യങ്ങളും മോളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടെത്തി നമുക്ക് തരുന്നതിന് ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് തരുന്നതിന് മാക്സിമം ഒരു 25,000 രൂപ 35,000 രൂപ നമുക്ക് ചിലവ് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഈ ബയറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു കാരണവശാലും, കാരണം ഇതിനെ കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്ന ബ്രോക്കർമാർ കാണും, വില ഇടിക്കാൻ നോക്കുന്നവർ കാണും, അവർക്കിത് വില ഇടിച്ചിട്ട് അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വില ഇടിച്ചിട്ട് വേറെയുള്ള ആൾക്കാർക്ക് കൊടുത്ത് കമ്മീഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും അവിടെ നമ്മൾ വഞ്ചിതരാകരുത്. നിങ്ങൾ ലോയറെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ, ഡോക്ടറെ തിരഞ്ഞെടുക്കുന്നത് പോലെ, ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അയാളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ഉള്ളതാണ് വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും എപ്പോഴും നല്ലത്. തന്നെയല്ല നമ്മൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം കൊടുത്തതുകൊണ്ട് എന്താ തെറ്റിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം വെച്ചാൽ ഇതിനകത്ത് പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർക്കെതിരെയാണല്ലോ ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കാര്യം കേട്ട് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക പ്രൊഫഷണലി അതിന്. അപ്പം നെഗറ്റീവായിട്ട് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് വരുന്നതിന് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുക. ബാഡ് റിവ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ആരെക്കുറിച്ചും പറയാമല്ലോ. അപ്പോൾ നമ്മൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ക്ലെയിം. ഇപ്പോൾ ഈ ആൾക്കാർക്ക് ചോദിക്കാമല്ലോ, ഡെവലപ്മെൻറ്റ് പെർമിറ്റ് ചോദിക്കാം, പഞ്ചായത്തിൽ നിന്നുള്ള പെർമിറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പെർമിറ്റ് ചോദിക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചു വായിക്കാം. പക്ഷേ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു അഡ്വാൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ആൾക്കാർ തരാൻ തയ്യാറാവില്ല. ഇല്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പേപ്പർ നാട്ടിൽ മുഴുവൻ കൊണ്ടുപോയി നിരത്തും. അത് നമുക്ക് കോമ്പറ്റീറ്റർ ആയിരിക്കും, നമുക്ക് ദോഷം ഉണ്ടാകാനായിട്ട്. അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് ഈ നമ്മുടെ പേപ്പറുകൾ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് അവർക്ക് റിവ്യൂ ഇടാം, പോസിറ്റീവ് റിവ്യൂ ഇടാം. എങ്ങനെയാണ്, അപ്പം ഞാൻ എത്രമാത്രം സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ വളരെ ഹാപ്പിയാണ്, എൻ്റെ അഡ്രസ്സ് ഇതാണ്, ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടിടാം. അതുപോലെ തന്നെ നമുക്ക് അവിടെയുള്ള കമ്മ്യൂണിറ്റി ആൾക്കാരും എല്ലാവരുമായിട്ടൊരു പോസിറ്റീവ് ബന്ധം പുലർത്താം.
അപ്പോൾ മറ്റ് പ്രൊഫഷണൽസുമായിട്ടും എല്ലാം നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് വ്യക്തമായിട്ട് ഈ രേഖകളെല്ലാം കൊടുത്താൽ, അപ്പോൾ എപ്പോഴും ഒരു കാര്യം ചെയ്യും, ബാങ്കൊക്കെ ഫണ്ട് ചെയ്യുന്ന ആ ക്വാളിറ്റിയിൽ നമ്മുടെ രേഖകളെല്ലാം എടുത്തൊരു ഫയലിൽ വെച്ചേക്കണമെന്നുള്ളതാണ്. അത് വേണ്ടപ്പെട്ടവരെ നമുക്ക് ആവശ്യമാണെങ്കിൽ കാണിക്കാം. നമുക്ക് അതിനുള്ള സ്ട്രോങ് നെറ്റ്വർക്ക് വേണം. അപ്പം അതുപോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് അതിൻ്റെ കരമടച്ചിട്ടുണ്ടോ, പിന്നെ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ, നമുക്ക് വില്ലേജിൽ നിന്നുണ്ടോ, അതെല്ലാം വളരെ കറക്റ്റായിട്ട് നോക്കി. നമുക്ക് റോഡ് വരുന്നുണ്ട്, അപ്പോൾ റോഡ് വരുന്നു. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ റോഡ് വരുന്നു എന്നും പറഞ്ഞ് ബഹളമായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇപ്പോഴത്തെ ഈ റോഡൊക്കെ വലിയ റോഡുകളൊന്നും ഡെവലപ്പ് ചെയ്യുന്നത് PWDയോ അല്ല കേരള ഗവൺമെൻറ്റോ അല്ല. വലിയ റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് പലപ്പോഴും എടുത്തിട്ട് പ്രൈവറ്റ് ഏജൻസിക്ക്, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് കൊടുക്കുകയാണ്. 10-30 വർഷത്തേക്ക് അവർ നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുന്ന പോലെ പണിത് കടന്നു പോകുന്ന ഓരോ വണ്ടിക്കും അതിന് ടോള് പിരിച്ചാണ് ഈ പൈസ മുതലാക്കുന്നത്. അപ്പോൾ റോഡൊന്നും അവർ അപ്കീപ്പ് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഓരോ വണ്ടിക്കും അവിടെ ഓടുന്നതിന് നല്ല പൈസ വരും. നല്ല പൈസ വന്നാൽ അങ്ങനെയാണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും തൊട്ട് സൈഡിലേക്കുള്ളിടത്തൊന്നും അവർ തോന്നിയ പോലെ അവർ നമുക്ക് സർവീസ് റോഡ് കൊടുക്കത്തില്ല. അവർക്കൊരു നോം കാണും, ചിലപ്പോൾ 8 കിലോമീറ്റർ, 10 കിലോമീറ്റർ, ഇല്ലെങ്കിൽ 500 ആളിൽ കൂടുതൽ താമസിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള പല നോംസ് കാണും. ആ നോംസ് ഉണ്ട്. പിന്നെ തന്നെയല്ല, നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് അവർ വരുന്നതിന് പകരം അവരൊരു കൺസൾട്ടൻസി ഏജൻസീസിനെ അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഏജൻസി വന്ന് സർവീസ് റോഡ്, അപ്പോൾ അത്രയും പേർ അവിടെ താമസിക്കുന്നുണ്ടോ, എത്ര കുടുംബങ്ങളാണ്, ആക്യുറേറ്റ് ആയിട്ട് സർട്ടിഫൈഡ് ഡേറ്റ എല്ലാം എടുത്ത് കൊടുക്കണം. ആ ഡേറ്റയുടെ കൂടെ ഈ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം അവരെടുത്തിട്ടുണ്ടോ, അത് ഇതേ ക്വാളിറ്റിയിൽ തന്നെ പണിത് ഇതുമായിട്ട് യോജിപ്പിക്കാനുള്ളത് തരുമോ, അങ്ങനെ യോജിപ്പിക്കാനുള്ളത് തരുമ്പോൾ മാത്രമേ അവിടെ ജോയിൻ ചെയ്യിക്കേണ്ട കാര്യമുള്ളൂ. അതും 8-10 കിലോമീറ്റർ തന്നെയല്ല. അങ്ങനെ കയറ്റുമ്പോൾ ഈ മെയിൻ റോഡുകൾക്ക് റവന്യൂ ലോസ് ഉണ്ടാകില്ല എന്ന് അവരെ ബോധിപ്പിക്കാനായിട്ട് പറ്റി. അത് കഴിഞ്ഞ് നേരെ ഒരു ടോൾ ബൂത്തിലേക്ക് കടന്നു പോകാനുള്ള പ്രോക്സിമിറ്റി ഇതെല്ലാം നോക്കിയിട്ടാണ് അവരത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ റോഡ് വരുന്നു എന്നും പറഞ്ഞിട്ട് ആ റോഡിലൂടെ നമ്മുടെ പറമ്പിലോട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് പുതിയ NHകൾ വരുമ്പോഴും പിന്നെ മറ്റ് റോഡുകൾ വരുന്നിടത്തുള്ളവർ പ്രത്യേകം സൂക്ഷിക്കുക. നിങ്ങളിപ്പോൾ റോഡ് വന്നുകൊണ്ട് വലിയ ലാഭത്തിൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയോ ഇല്ല പെട്ടെന്ന് പോയി എടുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവരും അറിഞ്ഞ് ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാനും ചാൻസ് ഉണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നല്ല റെയിൽ ചെയ്യും. നമുക്കൊരു പശുവിനെ പോലും ആ റോഡ് മുറിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പശുവിന് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, സൈക്കിളിൽ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, നമ്മുടെ പറമ്പിൽ നിന്ന് ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. നമുക്ക് കയറാനായിട്ട് സ്ഥലം കിട്ടുന്നത് ചിലപ്പോൾ 5 കിലോമീറ്റർ 8 കിലോമീറ്ററോ അങ്ങ് പോയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ എവിടെയാണോ സർവീസ് റോഡ് കിട്ടുന്നത്, അപ്പം ആ സർവീസ് റോഡ് കിട്ടുന്നിടത്ത് മാളുകളും മറ്റു സംവിധാനങ്ങളൊക്കെ വരാം. അവിടെ സ്ഥലത്തിന് വില കൂടുകയും ചെയ്യും. പക്ഷേ ഈ മെയിൻ റോഡ് സൈഡിൽ പോലെ ആണെങ്കിൽ റെയിൽ ചെയ്തേക്കുന്നിടത്ത് വില നല്ലതുപോലെ കുറയാനാണ് സാധ്യത. അത് പ്രത്യേകം നോക്കണം. ഈ ഇൻഫർമേഷൻ എല്ലാം യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റോഡ് നിർമ്മാണത്തിലുള്ള ഏത് എഞ്ചിനീയറോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മുമ്പേ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ പോളിസീസ് നമ്മൾ ഇത് ചെയ്യുന്നതും, നമ്മൾ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള PR ആക്ടിവിറ്റിയും, നമുക്ക് ഇങ്ങനത്തെ ക്രൈസിസ് വരുവാണെങ്കിൽ അത് അവിടെ വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോൾസ് ഇൻഫർമേഷൻ വരുവാണെങ്കിൽ നമ്മൾ ആ മിസ്ഇൻഫർമേഷനെയോ ഫോൾസ് ക്യാമ്പയിനെയോ ഇല്ലെങ്കിൽ അഡ്വേഴ്സ് പ്രൊപ്പഗൻഡയോ നമ്മൾ കൗണ്ടർ ചെയ്യണം. ആ കൗണ്ടർ ചെയ്ത് നമുക്ക് ചിലപ്പോൾ സെലിബ്രിറ്റീസ് കാണും, ഇൻഫ്ലുവൻസേഴ്സ് കാണും, അവരെയൊക്കെ വെച്ച് കൊടുക്കാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് കൊടുക്കണം. ടെസ്റ്റമോണിയൽസ് കൊടുക്കണം, എവിഡൻസസ് കൊടുക്കണം, സോഷ്യൽ പ്രൂഫ് കൊടുക്കണം. നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് വിശദ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ ഒരു പ്രോജക്റ്റിനെ മോശം വരുത്താൻ പറ്റില്ല. അപ്പോൾ അവിടെ ട്രാൻസ്പെറൻസി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്, വളരെ സുതാര്യതയാണ്. അപ്പോൾ എംപ്ലോയീസിനറിയാം, എംപ്ലോയീസിനകത്തും നമ്മളൊരു കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അവരും തെറ്റായ സന്ദേശങ്ങളൊന്നും അവരിലൊന്നും പോകത്തില്ല. പക്ഷേ എന്നാലും ഈ ഇപ്പോൾ ഈ ഭാഗ്യമില്ലാത്തവൻ പോയി അയൽവക്കത്തുള്ള റോഡിലുള്ളവരോട് ചോദിക്കും. അത് ചോദിക്കട്ടെ, അവരതിന് അർഹതയല്ല എന്നുള്ള വിചാരിച്ചാൽ മതി, അല്ലാതെ ബുദ്ധിയുള്ളവർ വരുമല്ലോ. അപ്പോൾ പലപ്പോഴും ഈ അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയറൊക്കെ ചെറിയ ലോക്കൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് വരാറുണ്ട്. ഇനി ഞാൻ മറ്റൊരു ആസ്പെക്റ്റ് കൂടെ പറയാം. ഒരു പ്രോപ്പർട്ടി വില ആരാണ് നിശ്ചയിക്കുന്നത്? നമ്മുടെ നാട്ടിലെ കച്ചവടത്തിനകത്ത് മിക്കവാറും തെറ്റിപ്പോകുന്ന, റിയൽ എസ്റ്റേറ്റ് വളരെ നല്ലൊരു മേഖലയാണ്. സയൻറ്റിഫിക് ആയിട്ട് സത്യസന്ധമായിട്ട് ഇത് ചെയ്യാമെങ്കിൽ ഉള്ള ഏറ്റവും വലിയ ബിസിനസ്സുമാണ്. ലോകത്തിലുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റിനെ കഴിഞ്ഞും മ്യൂച്വൽ ഫണ്ട്സിനെ കഴിഞ്ഞും ഒക്കെ വലിയ ഇതാണ്. തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനം ഈ വാല്യൂ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഈ അയൽവക്കത്തുകാരൻ ചോദിച്ച വില, അവിടെ ഒരു സെൻറ്റിന് 12 രൂപ ചോദിക്കുന്നു, അവിടെ ഒരു സെൻറ്റിന് 27 രൂപ ചോദിക്കുന്നു. അതൊന്നും നമുക്ക് വിലയായിട്ട് എടുക്കാൻ പറ്റില്ല. ഞാനിത് ഫാക്ടേഴ്സ് പറയാം എങ്ങനെയാണ് വില കൂട്ടുന്നത്. ഇപ്പോൾ ഞാനൊക്കെയാണ് കൂട്ടുന്നത്, നമുക്ക് കൃത്യമായ ഫോർമുലയുണ്ട്. ബാങ്കിൻ്റെ വാല്യുവേഷന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർക്കും കൃത്യമായ ഫോർമുല വെച്ച് അവർക്ക് ഇടാനായിട്ട് പറ്റും.
പ്രധാനമായിട്ടും എടുക്കുന്നത് വാല്യൂ തീരുമാനിക്കുന്ന ലൊക്കേഷൻ അത് നെയ്ബർഹുഡും പ്രോക്സിമിറ്റി ടു അമ്യൂണിറ്റീസ്, സ്കൂള്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂട്ടും. രണ്ടാമതായിട്ട് എടുക്കുന്നത് സൈസ് ഓഫ് ദ പ്രോപ്പർട്ടി, സ്ക്വയർ ആണോ, റെക്റ്റാങ്കിൾ ആണോ, അല്ലെങ്കിൽ ത്രികോണമാണോ, ലോട്ട് സൈസ് എത്രയാണ്, എത്ര റൂം അവിടെ വെക്കാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. മൂന്നാമതായിട്ട് ഏജ് ഓഫ് ദ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ദ പ്രോപ്പർട്ടി, പിന്നെ അതിൻ്റെ അതിർവരമ്പുകൾ എങ്ങനെയാണ്, ഡിഫൈൻഡ് ആണോ, മതിൽ കെട്ടിയതാണോ. മതിലൊക്കെ കെട്ടിയിട്ടാണോ എപ്പോഴും കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളവിടെ റിനോവേഷൻസ് വല്ലതും ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ അതിനകത്ത് വരും. അടുത്ത നാലാമതെടുക്കുന്ന കമ്പയറബിൾ പ്രൈസ്. ഇതുപോലുള്ള ഇതേ ഫെസിലിറ്റിയൊക്കെ ഉള്ള പ്രോപ്പർട്ടി 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ആ സിറ്റിയിൽ തന്നെ ഇതിനോട് കമ്പയർ ചെയ്യാവുന്ന പ്രോപ്പർട്ടിക്ക് എന്ത് വിലയാണ്, അത് നമുക്കൊരു നാട്ടുകാരന് അറിയാൻ പറ്റില്ല, എക്സ്പേർട്സിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ബാങ്കുകാർക്ക് തീർച്ചയായിട്ടും കമ്പയറബിൾ പ്രൈസ്, പ്രത്യേകിച്ച് ഈ വാല്യുവേഷൻ വരുന്ന ആൾക്കാർക്ക് അറിയാം. അടുത്തത് പ്രോപ്പർട്ടി ടൈപ്പ്, സിംഗിൾ ഓണർ ആണോ, മൾട്ടി ഫാമിലി കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണോ, പിന്നെ നമ്മൾ കരഭൂമിയാണോ, വെള്ളക്കെട്ടാണോ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരും. പിന്നെ ബിൽഡിംഗ് ആണ്, അതിൻ്റെ സ്ട്രക്ചർ, ക്വാളിറ്റി, മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്, ആർക്കിടെക്ചർ സ്റ്റൈല്, ഇതൊക്കെ അതിനകത്ത് ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ വില്ലയൊക്കെ ആണെങ്കിൽ അമ്യൂണിറ്റീസ്, വീടാണ്, നമ്പർ ഓഫ് റൂംസ്, ഫയർ പ്ലേസസ്, പൂള്, ഗാരേജ്, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ്, ഇതൊക്കെ അതിനകത്ത് വരും. ഇല്ലെങ്കിൽ വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വാട്ടറിനെ കാണാൻ പറ്റുമോ, സീയെ കാണാൻ പറ്റുമോ, എയർപോർട്ടിനെ കാണാൻ പറ്റുമോ, റോഡുകളെ കാണാൻ പറ്റുമോ, ഒരുപാട് ഉയരമുള്ള പ്രോപ്പർട്ടിയാണോ, സറൗണ്ടിങ്സ് മുഴുവൻ കാണാമോ, മൗണ്ടനെ കാണാനായിട്ട് പറ്റുമോ, അടുത്ത പാർക്കിനെ കാണാനായിട്ട് പറ്റുമോ, നോയിസ് ലെവൽ കുറവാണോ. അടുത്ത വീണ്ടും ലോക്കൽ മാർക്കറ്റ് റെൻറ്റ്, അടുത്ത മാർക്കറ്റുകളിലൊക്കെ എങ്ങനെയാണ്, സപ്ലൈ ഉണ്ടോ, അതോ ഡിമാൻഡ് വളരെ കൂടുതലാണോ, അവിടുത്തെ ജനങ്ങളുടെ ഇക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ്. നമുക്കിപ്പോൾ ഈ കേരളത്തിൽ വടക്കോട്ടുള്ള സ്ഥലത്ത് വില പൊതുവെ കൂടാനും തെക്കോട്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇവിടെ നിന്ന് ഒരുപാട് എക്സോഡസ് നടന്നുകൊണ്ടിരിക്കുക, പുറത്തേക്ക് പോകുന്ന പ്രശ്നമുള്ളതുകൊണ്ട് വില കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് റൂറൽ പ്രോപ്പർട്ടിയിൽ. പിന്നെ സോണിങ്ങിലെ ഓരോ സോണുകൾക്കനുസരിച്ച് മാറും. പെർമിറ്റ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, സെറ്റ് ബാക്ക് കൊടുത്തേക്കുന്നത് എത്രയാണ്, അതുപോലെ തന്നെ ഇൻകം പൊട്ടൻഷ്യാലിറ്റി, അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടാവുന്ന വരുമാനം എത്രയാണ്, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് റെൻ്റ് എത്ര കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇൻകം ചാൻസസ്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യൽ, ഫെർദറായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് അവിടെ വാല്യൂ അഡീഷൻസ് കൊടുക്കാനായിട്ട് പറ്റുമോ, അപ്പോൾ അവിടെ നമുക്ക് റീവാമ്പ് ചെയ്യാനായിട്ട് പറ്റുമോ. എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് എടുക്കും, ഫ്ലഡ് സോൺ ആണോ, കണ്ടീഷൻസ്, ഹസാഡിയസ് മെറ്റീരിയൽ ഉണ്ടോ, ആക്സസിബിലിറ്റി, അതുപോലെ തന്നെ അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ലിങ്ക്, പ്രോക്സിമിറ്റി ടു ഹൈവേ ആൻഡ് പബ്ലിക് ട്രാൻസിറ്റ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിൽ, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞതാണെങ്കിൽ അതിൻ്റെ എലിവേഷൻ, ഇല്ലെ കെർബ് അപ്പീൽ എന്നൊക്കെ പറയും, ഇല്ലെ ലാൻഡ്സ്കേപ്പിംഗ്, ഇല്ലെ ഫസ്റ്റ് ഇംപ്രഷൻ, ഇല്ലെങ്കിൽ ഔട്ട്ഡോർ സ്പേസസ്, ഇതൊക്കെ നോക്കും. പിന്നെ ഇൻറ്റീരിയറിൻ്റെ ലേ ഔട്ട്, അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, ഫങ്ഷണാലിറ്റി എങ്ങനെയാണ്, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് സ്പേസ് ഉണ്ടോ, പാർക്കിംഗ് അവൈലബിലിറ്റി, നമ്പർ ഓഫ് സ്പേസസ്, ഡ്രൈവ് വേ, ഇതൊക്കെ നോക്കും. അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ക്രൈം റെക്കോർഡ്സ് എങ്ങനെയാണ്, സെക്യൂരിറ്റി പെർസെപ്ഷൻ പൊതുവെ എങ്ങനെയാണ്, യൂട്ടിലിറ്റിയുടെ കോസ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ്, എനർജി സേവിങ്സ് വളരെ കൂടുതലാണോ, ഇനി ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഇതിനെങ്ങനെയാണ് കൂടുതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പിന്നെ ട്രിം ചെയ്തിട്ടാണോ, ഫെയമായിട്ടാണോ. പിന്നെ ഹോം ഓണേഴ്സ് അസോസിയേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അവർ വല്ലാത്ത കൺട്രോൾ കൂടുതലുള്ളവരാണ്, അങ്ങനെയുള്ളതൊന്നും നോക്കും. അതോ നമുക്ക് മാക്സിമം ഫ്രീഡം ഉള്ളവരാണോ, നല്ല ആൾക്കാരാണോ കൂടെയൊക്കെ ഉള്ളത്. പിന്നെ മന്ത്ലി റേറ്റ് എങ്ങനെയാണ് നമ്മുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. പിന്നെ വാല്യൂ ആഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ എങ്ങനെയുണ്ടോ, റിനോവേഷനുള്ള സാധ്യതയുണ്ടോ, പിന്നെ ഈസ്മെൻറ്റോ എൻകംബറൻസസോ ലീഗൽ റൈറ്റോ മറ്റാർക്കും ഉണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു പ്രൈസിന് വിലയിടുന്നത്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ നാട്ടുകാർ പറയുന്നത് അയ്യോ ചേട്ടാ ഇവിടെ എന്ത് വിലയുണ്ട് അങ്ങനെ ചോദിച്ചിട്ടല്ല വിലയിടുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വിലയിടാനായിട്ട്. അപ്പോൾ ഇത്രയും നോക്കിയിട്ട് അതിൽ പോകുന്ന പിന്നെ ബൈസ്റ്റാൻഡേഴ്സോ റോട്ടിലുള്ളവരുടെ അടുത്ത് ചോദിച്ചെടുക്കുന്നത്, ഞാൻ പറഞ്ഞ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി പിയൂണിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് കൺക്ലൂഷനിൽ എത്തുന്ന പോലെയാണ്. യു ക്യാൻ ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. അത് നിങ്ങൾ ബയർ ആണെങ്കിലും സെല്ലർ ആണെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓൾ ദി ബെസ്റ്റ്.